ശ്രീ സന്തോഷ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഈ വി ഡി സതീശൻ നിന്ന നിലയിൽ ഒരു യു ടേൺ അടിക്കുകയായിരുന്നോ, അതോ കൃത്യമായ ഒരു വിശദീകരണം തന്റെ ഭാഗത്തു നിന്ന് നൽകുകയായിരുന്നു? ഇന്നത്തെ ഇതിലെന്ന് വെച്ചാൽ LDF സർക്കാർ പുകമറ സൃഷ്ടിച്ചതിൽ വിശദീകരണം കൊടുത്തേ ഉള്ളൂ. കാരണം LDF സർക്കാരിന്റെ കാലത്ത് തന്നെ ഇതിന് വീര്യം പിന്നെ വി ഡി സതീശൻ പറഞ്ഞല്ലോ, 86-നും 116-നും ഇടയിലുള്ള ശതമാനത്തിൽ അവർക്ക് ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് 120%, 105%ത്തിലേക്ക് ടാക്സ് നിർണ്ണയിച്ചു. അത് മദ്യം ഇവിടെ വിൽക്കാമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഈ വീര്യം കുറഞ്ഞ മദ്യം വന്നാലും സർക്കാരിന് തന്നെയാണ് ലാഭം. കാരണം വീര്യം കുറഞ്ഞ മദ്യം വന്നു കഴിഞ്ഞാൽ ഈ ബീവറേജുകാരുടെ ഒരു കളിയുണ്ട്, ബീവറേജ് പോയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈ ഏറ്റവും കൂടുതൽ സാധനം പോകുന്ന സാധനം അവര് മാറ്റി വെക്കും, എന്നിട്ട് അത് സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് കമ്പനി ആയിട്ട് ടൈപ്പ് ആണ്, അവർക്ക് ഈ കമ്മീഷൻ കിട്ടുന്ന ഒരു ഇതാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, അത് മാറ്റിട്ട് അപ്പം കുടിക്കുന്നവർക്ക് ഏത് സാധനം കിട്ടിയാലും അവർ കുടിക്കണമെന്നേ ഉള്ളൂ, അവർ മറ്റത് വാങ്ങിക്കൊണ്ടു പോകും. അപ്പൊ അവർക്ക് കമ്മീഷൻ വ്യവസ്ഥയിലുള്ള വലിയൊരു പ്രശ്നം ഇതിൽ വരുന്നുണ്ട്. അപ്പം സർക്കാരിന് വീര്യം കുറഞ്ഞു വെച്ചാലും വീര്യം കൂട്ടി ഇറക്കിയാലും ആൾക്ക് വാങ്ങും. പിന്നെ നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ കുറച്ചില്ലേന്ന്. ഉമ്മൻചാണ്ടി സർക്കാർ 29 ബാറാക്കിയപ്പോഴത്തേക്ക് പിന്നെ 800 ചില്ലാനും ബാർ ഇപ്പം വന്നു. അപ്പൊ LDF-ന് അവിടെ സമരം ചെയ്യാനോ പ്രതിഷേധിക്കാനോ ഒന്നും അവസരമില്ല. പിന്നെ മദ്യവർജനം എന്ന് പറഞ്ഞ് തന്നെ ഈ കത്തോലിക്ക അധ്യക്ഷന്മാരോടുള്ള എനിക്കൊരു പറയാനുള്ളത്, നിങ്ങളുടെ ഇടയിലുള്ള ഇടവക കുഞ്ഞാടുകൾ ഏറ്റവും കൂടുതൽ ബാർ നടത്തുമെന്ന് കൊടുക്കണം. അതൊക്കെ മാമോദിസയും കുർബാനയൊന്നും കൊടുക്കാണ്ട് നിങ്ങൾ ആ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ നോക്ക്, എന്നിട്ട് ഈ സമരം നടത്ത്. ആദ്യം അതാ വേണ്ടത്. ഇവരെ പള്ളിയിലെ ഇടവകയിൽ തന്നെ ഉള്ളവരുടെ ഏറ്റവും കൂടുതൽ ബാർ നടത്തിയിട്ട് എന്നിട്ട് മദ്യവർജനം മദ്യത്തിന് പോരാടുന്നു എന്ന് പറയുന്നത് എന്ത് അർത്ഥമാണ്? ഞായറാഴ്ച വരുമ്പോൾ കുമ്പക്കാരിക്കാൾ അവസരവും കൊടുക്കും. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. എത്ര പറയാനുള്ളൂ സാറേ, ഇത് ഒരു വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം വിദേശ മദ്യത്തിന് ഇന്നത്തെ ഇത് ഫോറിൻ ലിക്വിഡ് അതിന് എത്ര ശതമാനമാണ് ടാക്സ് നിർണ്ണയിച്ചത്? നമ്മള് തോമസ് ഐസക്കിന്റെ പ്രധാനമന്ത്രി ആയിരുന്നപ്പം ഇന്നതെല്ലാം പറഞ്ഞല്ലേ വെറുതെ. ആദ്യം 78%, 115. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് 251%, വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് 115%. ഇതെല്ലാം പറയുന്ന വി ഡി സതീശൻ അദ്ദേഹം അവതരിപ്പിച്ച ബജറ്റിലും വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് നികുതി കൂട്ടിയിട്ടൊന്നുമില്ല. മറ്റവർ കുറച്ച് നികുതിയിൽ തന്നെയാണ് അദ്ദേഹം തുടരുന്നത്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം കൂടി ഇതിനിടയിലുണ്ട്. അല്ല, കൂട്ടിയിട്ടില്ല. അന്നേരം പുറത്തുനിന്ന് എത്ര കിട്ടി എന്ന് ചോദിക്കുമ്പോ തിരിച്ചത് പറയുമ്പോ അവരും കൂടെ അതിന് ഉത്തരം പറയണം. ശരിയാണ്, രാഷ്ട്രീയമായ ചോദ്യത്തിൽ കാര്യമുണ്ട്. അല്ല സാറേ, ഇവർക്കെല്ലാം കിട്ടുന്നുണ്ടെന്ന് എന്റെ വിശ്വാസം. നമുക്ക് ഈ കർത്തയും മറ്റവരൊന്നും തരാനില്ല. നമ്മൾ എടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ഈ കർത്തമാരും മറ്റവരൊന്നും ഇല്ല. ഇവർക്ക് മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഒരാൾ ഭരണത്തിൽ കയറുമ്പോൾ മറ്റൊരാൾ പറയും ഇതൊന്നും വലിയ കാര്യമാക്കിയിട്ട് എടുക്കൂല, ഇത് പറഞ്ഞാൽ മറ്റേ ഇവിടെ വരും. സന്തോഷിന്റെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഡേവിഡ് വിജയ് ആണ് ജാംനഗറിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? ഇന്നത്തെ പേപ്പർ മുമ്പിൽ വെച്ചോണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്, ടൈംസ് ഓഫ് ഇന്ത്യ. പറഞ്ഞോളൂ. അപ്പൊ നമ്മുടെ ഗുജറാത്ത് സമ്പൂർണ്ണ മദ്യനിരോധനമാണല്ലോ, താങ്കൾക്ക് അറിയാലോ അല്ലേ? അറിയാം. എവിടെ മദ്യനിരോധനം എന്നാ പറയുന്നത്? ഈ പറച്ചിലല്ലാതെ ഗുജറാത്തിലെ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ മദ്യം കിട്ടുമെന്നും താങ്കൾക്ക് അറിയാമല്ലോ. അല്ലല്ല, ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഗിഫ്റ്റ് സിറ്റി എന്നാ പറഞ്ഞത്. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി. ഗിഫ്റ്റിന്റെ അകത്തെ വാറ്റ് റെഡ്യൂസ്ഡ് ഫ്രം 65% to 25%. ₹8,000 സ്പെഷ്യൽ ഫീ റിമൂവ്ഡ്. അപ്പൊ സമ്പന്നന്മാര് കുടിച്ചോട്ടെ, ബാക്കിയുള്ളവർക്ക് അതിന്റെ അകത്ത് ഗിഫ്റ്റ് സിറ്റിയുടെ അകത്ത്. എന്നിട്ട് നെക്സ്റ്റ് പ്രപ്പോസലാണ്, ആഫ്റ്റർ റിലാക്സിംഗ് ദി പ്രൊഹിബിഷൻ റൂൾസ് ഇൻ ഗിഫ്റ്റ് സിറ്റി, ഗുജറാത്ത് ഗവൺമെന്റ് ഈസ് മള്ളിംഗ് അലവിംഗ് കൺസംഷൻ ഓഫ് സെയിൽ ലിക്കേഴ്സ് ഇൻ ഡൊളേറ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയൻ വിച്ച് ഈസ് പ്രൊജക്റ്റഡ് ടു സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റി to attract investments in the new age sectors like data centers, semiconductor firms and അപ്പൊ ഇതെല്ലാം ആധുനികതൊക്കെ വരണമെങ്കിൽ അപ്പൊ മദ്യം കൊടുത്തേ പറ്റുള്ളൂ എന്നുണ്ടോ? അതുകൊണ്ട് അവിടുത്തെ ഗവൺമെന്റിനെ ഒന്നും കുറ്റം പറയേണ്ട ആവശ്യമില്ല. പിന്നെ സഭയ്ക്ക് നേരത്തെ ക്രിസ്ത്യൻ സഭകളൊന്നും അതിൽ ഇടപെടാതിരിക്കാൻ നല്ലത്. കാരണം മനുഷ്യൻ സ്വയം തീരുമാനിക്കണം അത് എത്ര കുടിക്കണം, ഒരു ലിമിറ്റ് കൂടുതൽ കുടിക്കുന്നത്. ഡേവിഡ് വിജയ്, അതിനകത്തൊരു താങ്കൾ പറഞ്ഞ ഗുജറാത്തിന്റെ വിഷയത്തിലും ഒരു വൈരുദ്ധ്യമില്ലേ? ഗുജറാത്ത് മദ്യനിരോധനം നടപ്പാക്കിയ സംസ്ഥാനം, അവിടെ ഈ പറയുന്നത് പോലെ പണം കൂടുതലുള്ളവർക്ക് അല്ലെങ്കിൽ കൂടിയ പണത്തിന് കുടിക്കാൻ ഉള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞതിൽ ഒരു വൈരുദ്ധ്യമില്ലേ? അതുകൊണ്ട് മദ്യം ആരായാലും ഒഴിവാക്കാൻ പറ്റുമൊന്നുമില്ല. അല്ല, അതാണ് കൂടിയ മദ്യം. കുറഞ്ഞ മദ്യം ഇവിടെ താങ്കൾ പറഞ്ഞ് കിട്ടുന്നില്ല എന്നാണോ? ഇവിടുത്തെ ഞാൻ താമസിക്കുന്ന ഒരു ടൗൺഷിപ്പിലാണ്. ഇതിന്റെ തൊട്ട് പുറത്ത് തന്നെ എന്താണ്
ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഇവിടുത്തെ ഈ ടൗൺഷിപ്പിലെ സർവൻസ് ഇവരൊക്കെ താമസിക്കുന്നത്. ഞാൻ ചോദിച്ചു അവിടെ എങ്ങനെ മദ്യം കിട്ടും? ലൈസൻസോട് കൂടി കിട്ടില്ല എന്നല്ല, അല്ലാതെ എവിടെന്നെങ്കിലും ഒക്കെ കുടിക്കാം. പുറമെ പേരിൽ മാത്രമാണ് ഗുജറാത്തിലെ മദ്യ നിരോധനം, അല്ലാതെ അനധികൃത ഒരു ഗവൺമെന്റ് വിചാരിച്ചാലും സ്വയം മനുഷ്യർ അതിൽ നിന്ന് പിന്മാങ്ങണം. കേരളത്തിൽ എന്താ പറ്റിപ്പോകുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായ മദ്യപാനമാണ്. അപ്പൊ അതിലേക്ക് നയിക്കുന്ന ഫാക്ടേഴ്സ് എന്താന്ന് കണ്ടുപിടിച്ച ആ വ്യക്തികളെ അവിടെ നിന്ന് പുറകോട്ട് വലിക്കാൻ നോക്കണം. അതല്ലാതെ ഇപ്പം ഗവൺമെന്റിനെ കുറ്റം പറയാം, 60% പാടില്ല, 100% പറ്റുള്ളൂ, മറ്റേ വീര്യം കുറഞ്ഞത് കൂടി, ഇത് അങ്ങനെയൊന്നുമില്ല. കാരണം അവിടുത്തെ ജനങ്ങളുടെ മെന്റാലിറ്റി ഇതിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ഒന്നാമത് അവരുടെ പർച്ചേസിംഗ് പവർ. അന്ന് ഒരു ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു എല്ലാം നിരോധിച്ചു നേരത്തെ ഒരാൾ പറയുന്നത് കേട്ടു. അന്ന് ഞാൻ ഒരിക്കൽ പാലായിൽ വെച്ച് ഒരു ബാർ ഓണർ